നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ മുകേഷ് എം.എൽ.എ. ഉൾപ്പെടെ 7 പേർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവരും കേസിൽ ഉൾപ്പെട്ട മറ്റ് നടന്മാർക്കും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കേസുകൾ. മുകേഷ് എം.എൽ.എ., ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു തുടങ്ങിയ നടന്മാർക്കും പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, കോൺഗ്രസിന്റെ ലീഗൽ സംഘടനാ നേതാവായിരുന്ന ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയുമാണ് കേസ്. 2008-2013 കാലഘട്ടത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയതായാണ് നടിയുടെ പരാതി. ജാമ്യമില്ലാ വകുപ്പുകളാണ് എല്ലാവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. മുകേഷിനെതിരെയുള്ള ലൈംഗിക അതിക്രമണ പരാതിയിൽ IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കൽ, IPC 371 ബലാത്സംഗം, IPC 354 ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കിടക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. മുകേഷ് എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് പരാതിക്കാരി പ്രതികരിച്ചു. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിന്റെ അതേ. അപ്പം പുള്ളിക്കാരന്റെ ഇതാണ് റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം. പൊയ്മുഖക്കാരൻ നമുക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക്, അല്ലല്ലോ. അപ്പൊ ഞങ്ങൾ സ്ത്രീകൾക്കോ നമുക്ക് എന്ത് ഒരു സുരക്ഷയാണ് അവിടെ ഉള്ളത്? അന്വേഷണ സംഘം ഇന്നലെ പരാതിക്കാരിയായ നടിയുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഡാതടിയ സിനിമയുടെ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് മണിയൻപിള്ള രാജുവിനെതിരെയുള്ള പരാതി. ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന ജയസൂര്യക്കെതിരെയും അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മോശമായി സമീപിച്ചെന്ന ഇടവേള ബാബുവിനെതിരെയും പരാതി. മുകേഷിനെതിരെ മരട് സ്റ്റേഷനിലും, ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലും, മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലും, ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ജനം, കൊച്ചി.